السلام عليكم ورحمة الله وبركاته. الحمد لله وكفى وسلام على عباده الذين اصطفى أما بعد. അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്ത വലിയ അനുഗ്രഹമാണ് ദീനിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മജ്ലിസിൽ അല്ലാഹു ഒരുമിച്ച് കൂടാൻ തൗഫീഖ് നൽകി. ഖുർആനിൻ്റെ ഈ മജ്ലിസ്, ദീനിൻ്റെ ഈ മജ്ലിസ് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മജ്ലിസാണ്. അൽഹംദുലില്ലാ, നമ്മുടെ നാട്ടിൽ റജബ് മാസം മുതൽ നമ്മൾ കണ്ടുവരുന്നത് ഒരുപാട് ഖത്മുൽ ഖുർആൻ മജ്ലിസുകൾ നടക്കുന്നുണ്ട്. പണ്ട് കാലത്ത് ഒരു 10-25 വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. അപ്പം ഇന്നത്തെ ഈ മജ്ലിസിൽ നമ്മൾ കേട്ടതുപോലെ 32 ഹാഫിളത്തുകളും 97 ഹാഫിളീങ്ങളാണ് സനത് വാങ്ങാൻ പോകുന്നത്. ഒരുപാട് മജ്ലിസുകൾ ഖത്മുൽ ഖുർആനിൻ്റെ പേരിൽ നടക്കുന്നത് കൊണ്ട് ഒരിക്കലും നമ്മുടെ മനസ്സിൽ നമ്മൾ വിചാരിക്കരുത് ഇനി ഈ മജ്ലിസ് അല്ലെങ്കിൽ വേറെ മജ്ലിസ് അതിന് ശേഷമുള്ള മജ്ലിസ് ഏതെങ്കിലും മജ്ലിസിൽ എങ്ങനെയെങ്കിലും പങ്കെടുക്കാമെന്ന് അല്ല. ഈ മജ്ലിസിന് വലിയ പ്രാധാന്യമുണ്ട്, വലിയ ശക്തിയുണ്ട്, വലിയ പ്രതിഫലനം കൊണ്ടുവരാനുള്ള ശേഷിയുണ്ട്. ഇത് ഞാൻ പറയാനുള്ള കാരണം, നജ്മുൽ ഹുദാലിൽ ബനാത്ത്, പെൺകുട്ടികൾക്കുള്ള നമ്മളെ ഹിഫ്ളിൻ്റെ സ്ഥാപനം, അവിടുന്നാണ് 32 ഹാഫിളത്തുകൾ സനത് വാങ്ങാൻ പോകുന്നത്. ഇത് ഉണ്ടാവാൻ കാരണം ഇങ്ങനത്തെ ഒരു മജ്ലിസാണ്. ബഹുമാനപ്പെട്ട മർഹൂം ഈ സ്ഥാപനത്തിൻ്റെ ബാനി ഇബ്രാഹിം ഹാജി സാബ് അവറുകൾ 2015 അമേരിക്ക ജമാഅത്ത് പോയി. ആ സമയത്ത് ഏപ്രിൽ മാസമാണ്. ഏപ്രിൽ മാസം പെൺകുട്ടികളെ സ്ഥാപനം പണി തീർന്ന് വെക്കേഷൻ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ വെക്കേഷൻ ക്ലാസ് നടക്കുന്നിടയിൽ ഇടയ്ക്കിടയ്ക്ക് മൂത്താപ്പാനെ വിളിച്ച് കാർഗുസാരികളും അവസ്ഥകളും മഷൂറുകളൊക്കെ ചെയ്യും. അങ്ങനെ ഒരു ദിവസം രാത്രി വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തതിന് ശേഷം, ജമാഅത്ത് ആയതുകൊണ്ട് സാധാരണ മൂത്താപ്പ അവിടുത്തെ കാർഗുസാരിയും തിരിച്ചു പറയും ചെയ്യും. അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ഇന്നലെ അമേരിക്കയിൽ വെച്ച് 2 പെൺകുട്ടികൾ ഹിഫ്ള് പൂർത്തിയാക്കുന്ന മജ്ലിസിൽ പങ്കെടുത്തു. അത് സാധാ മജ്ലിസ് ആയിരുന്നില്ല. രാവിലെ തഹജ്ജുദ് മുതൽ ഖുർആന്റെ തിലാവത്ത് തുടങ്ങി മഗ്രിബോട് കൂടി ഖുർആനിൻ്റെ ഖത്തം പൂർത്തിയാക്കിക്കൊണ്ടുള്ള മജ്ലിസായിരുന്നു. അത് കണ്ടിട്ട് എനിക്ക് വലിയൊരു ആഗ്രഹം, നമ്മളെ ഈ വലിയ കെട്ടിടത്തിൽ 1-2 ക്ലാസ്സുകൾ പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള ഹിഫ്ളിനും ഉണ്ടാവണമെന്ന്. ആ ഒരു ആഗ്രഹം വന്നത് ഇങ്ങനത്തെ ഒരു മജ്ലിസിൽ പങ്കെടുത്തതിൻ്റെ പേരിലാണ്. ഇങ്ങനത്തെ ഒരു മജ്ലിസിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ ഇന്ന് 32 ഹാഫിളത്തുകൾ സനത് വാങ്ങാൻ പോവാണ്. അല്ലാഹു അക്ബർ. ഇതാണ് മഹാന്മാരുടെ ഫിക്ർ, ഇതാണ് മഹാന്മാരുടെ ദുആ, അവരുടെ ചിന്ത. അങ്ങനത്തെ ഒരു ഫിക്റും അങ്ങനത്തെ ഒരു ചിന്ത വന്നതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അസ്ബാബുകളും വഴികൾ എളുപ്പമാക്കി കൊടുത്തു. അങ്ങനെ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് 2015 ജൂൺ മാസം സ്ഥാപനം തുടങ്ങി. 10 വർഷങ്ങൾക്ക് ശേഷം 10ാമത്തെ വർഷമാണിത്. 32 ഹാഫിളത്തുകൾ ഈ സ്ഥാപനത്തിൽ നിന്ന് അൽഹംദുലില്ലാ സനത് വാങ്ങാൻ പോവാണ്. അതുകൊണ്ട് നമ്മളെ മനസ്സിലും ഇങ്ങനത്തെ മജ്ലിസിൽ പങ്കെടുക്കുമ്പോൾ എപ്പോഴും നല്ല ചിന്താഗതികളും നല്ല ദുആകൾ ഉണ്ടാവണം. നമ്മൾക്കറിയില്ല ഏത് ദുആ സ്വീകരിക്കപ്പെടുമെന്ന് ഖുർആനായി ബന്ധപ്പെട്ടിട്ടുള്ള. കാരണം എല്ലാ ഖത്മുൽ ഖുർആൻ മജ്ലിസിൽ സ്വീകരിക്കപ്പെടുന്ന ദുആ ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂലാക്കുമാറാവട്ടെ. മുത്തവല്ലി അവറുകൾക്ക് ഖുർആനായിട്ട് വലിയ ബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് മുത്തവല്ലി അവറുകൾ ആഗ്രഹം പ്രകടിപ്പിച്ചത് ഖബർ ഇവിടെ ഉണ്ടാവണമെന്ന്. ആ സമയത്ത് ഒറ്റൊരു കാര്യം മാത്രമാണ് പറഞ്ഞത്, എനിക്ക് ഖുർആൻ കേൾക്കാൻ പറ്റും. നമ്മുടെ അടുത്ത് പറഞ്ഞ കാര്യമാണ്, എനിക്ക് ഖുർആൻ കേൾക്കാൻ പറ്റും. അതായത് മരണത്തിന് ശേഷം, വഫാത്തിന് ശേഷം ഖബറിൽ കിടക്കുന്നുണ്ടെങ്കിലും തൊട്ടടുത്ത് പള്ളിയുള്ളതുകൊണ്ട്, അവിടെ ഹിഫ്ളിൻ്റെ ഹൽക്ക ഉള്ളതുകൊണ്ട്, കുട്ടികൾ തിലാവത്ത് ചെയ്യുന്നത് കൊണ്ട് ആ കുട്ടികളുടെ തിലാവത്ത് എനിക്ക് കേൾക്കാൻ പറ്റും. ഇത്രയൊരു ബന്ധം ഉള്ളതിൻ്റെ ബർക്കത്താണ് ഈ 97 ഹാഫിളീങ്ങളും ഈ 32 ഹാഫിളത്തുകൾ.
നമ്മൾ വിചാരിക്കും നമ്മൾ കഴിവാണ്, നമ്മൾ ത്യാഗമാണ്, അതൊക്കെ ഒരു ഭാഗത്തുണ്ടാവും. പക്ഷെ അസൽ ഇത്ര ആൾക്കാരുടെ ചിന്തവും അവരുടെ പരിശ്രമം അവരുടെ ദുആണ്. അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. അൽഹംദുലില്ലാ, നമ്മുടെ സ്ഥാപനത്തിൽ 120ഓളം പെൺകുട്ടികൾ ഹിഫ്ള് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ 37 പേർ ഹിഫ്ള് പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിലും നമ്മുടെ സ്ഥാപനത്തിൻ്റെ തർത്തീബ് അനുസരിച്ചിട്ട് ഒരു പെൺകുട്ടി 28ാമത്തെ ജുസ് പൂർത്തിയാക്കിയാൽ പിന്നെ ദൗറ തുടങ്ങും. ദൗറ തുടങ്ങി ആദ്യത്തെ 5 ദൗറ പൂർത്തിയാക്കുമ്പോൾ 29ാമത്തെ ജുസ് കൂടി പഠിക്കണം. 5 ദൗറ ചെയ്തതിന് ശേഷം ടെസ്റ്റ് ഉണ്ടാവും. അത് ആണുങ്ങളായിരിക്കും ടെസ്റ്റ് ഇടുന്നത്. ആ ടെസ്റ്റിൻ്റെ അവസ്ഥ നോക്കിയിട്ട് എന്നെ എത്ര ദൗറ വേണമെന്ന് തീരുമാനിക്കപ്പെടും. സാധാരണ നിലയിൽ 5 ദൗറ കൂടി ചെയ്യും. അങ്ങനെ 10 ദൗറ പൂർത്തിയാകുമ്പോൾ 30ാമത്തെ ജുസ് കൂടി പഠിക്കും. അങ്ങനെ 10ാമത്തെ ദൗറയിൽ പൂർണ്ണമായി ഹാഫിളത്താവും. ഈ ദൗറകളുടെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ 8ാമത്തെ ദൗറ ഒരു ദിവസം 10 ജുസ് ആയിരിക്കും കേൾപ്പിക്കുക. അങ്ങനെ 3 ദിവസങ്ങൾ കൊണ്ടൊരു ഖത്തം. 9ാമത്തെ ദൗറയിൽ 15 ജുസ് ആയിരിക്കും കേൾപ്പിക്കുക. അങ്ങനെ 2 ദിവസങ്ങൾ കൊണ്ടൊരു ഖത്തം. 10ാമത്തെ ദൗറയിൽ ഒറ്റ ഇരുത്തത്തിൽ ഒറ്റ ദിവസം കൊണ്ട് പൂർണ്ണമായി ഖുർആൻ കേൾപ്പിക്കും. അങ്ങനെ 3 ദൗറകൾ അവസാനത്തെ 6 ദിവസം കൊണ്ട് അവർക്ക് ചെയ്യാൻ സാധിക്കും. അൽഹംദുലില്ലാ, പഠിപ്പിക്കുന്നവർ ഇത്തമാർ വലിയ ത്യാഗം നമ്മൾക്കറിയും. ഈ ഫീൽഡ് ഈ ലൈനായി ബന്ധപ്പെടുന്ന ആൾക്കാർക്ക് അറിയും. പെൺകുട്ടികളെ സ്ഥാപനത്തിൽ ഏറ്റവും വലിയ ത്യാഗം നല്ല മുഅല്ലിമത്തുകൾ കിട്ടലാണ്. കാരണം ആണുങ്ങൾക്ക് എന്തായാലും ഒരു ഖിദ്മത്ത് വേണം, ജോലി വേണം. സ്ത്രീകൾക്ക് അതിൻ്റെ ആവശ്യമില്ല. അവരെ കുടുംബങ്ങളെ കാര്യങ്ങളൊക്കെ തർത്തീബാക്കിക്കൊണ്ട് അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ ആഗ്രഹങ്ങൾ അള്ളാഹുവിന് വേണ്ടി അർപ്പണം ചെയ്തുകൊണ്ട് ഖിദ്മത്ത് ചെയ്തുകൊണ്ടാണ് ഇത്ര ഹാഫിളത്ത് ഉണ്ടാവാൻ കാരണമായത്. നമ്മൾക്ക് അറിയില്ല, നമ്മൾ കാണാറില്ല, അവരെ പേരുകൾ വരെ അറിയില്ല. വലിയ മുഖ്ലിസീങ്ങളാണ്, വലിയ ഇഖ്ലാസ് ഉള്ളവരാണ്. ബാക്കി ഉസ്താദന്മാർ നമ്മൾ കാണും, പഠിപ്പിച്ച ഉസ്താദന്മാരെ അസറിന് മുമ്പായിട്ട് നമ്മൾ കണ്ടു. പക്ഷെ ഇവർ നമ്മൾ കാണൂല. അവരെ 4 മണിക്ക് 4:30 സമയത്തൊക്കെ രാവിലെ എണീച്ചുകൊണ്ട് ഈ കുട്ടികളെ ബാക്കിൽ പരിശ്രമിച്ചു കൊണ്ടാണ് ഈ കുട്ടികളൊക്കെ ഹാഫിളത്താവുന്നത്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നല്ല പ്രതിഫലം നൽകുമാറാവട്ടെ. സാധാരണ എല്ലാ ഹിഫ്ള് മദ്രസ തുടങ്ങുന്നത് പോലെ ഒരു 4-4:30 മുതൽ തുടങ്ങും. പിന്നെ രാത്രി 9-9:30 വരെ അവർ ദൗറവും പുതിയ പാഠവും പഴയ പാഠവും ജുസ് പാഠവും ഒക്കെ ആയിട്ട് ഇങ്ങനെ സമയം ചെലവാക്കും. കൂടാതെ അൽഹംദുലില്ലാ, ഇംഗ്ലീഷ് മീഡിയം സ്റ്റേറ്റ് സിലബസിൻ്റെ റെഗുലർ സ്കൂളിംഗ് കൂടി ഈ പഠിക്കുന്ന ഹിഫ്ള് പെൺകുട്ടികൾക്ക് നൽകാറുണ്ട്. മാഷാ അല്ലാ, 2 വർഷങ്ങൾക്ക് മുമ്പ് 10ാം ക്ലാസ് SSLC ഇവിടെ പഠിക്കുന്ന ഹിഫ്ള് പെൺകുട്ടികൾ എഴുതി. ഇത് ഭയങ്കര അത്ഭുതമാണ്. അതിൽ ഫുൾ A+ 2 പെൺകുട്ടികൾക്ക് കിട്ടുകയും ചെയ്തു. 6 മാസം മാത്രം പഠിച്ചുകൊണ്ട്. നേരത്തെ മഖ്ബൂൽ ഉസ്താദ് പറഞ്ഞല്ലോ, അമേരിക്കയുടെ റിപ്പോർട്ട്, അതിൻ്റെ തെളിവാണിത്. 6 മാസം. അതായത് നിങ്ങൾ ചിന്തിക്കണം, ഒരു പെൺകുട്ടി 5ാമത്തെ ക്ലാസ്സിൽ 6ാമത്തെ ക്ലാസ്സിൽ ഒരു പെൺകുട്ടി സ്കൂളിലേക്ക് പോവാണ്. വേറൊരു പെൺകുട്ടി 5ാമത്തെ ക്ലാസ്സിൽ 6ാമത്തെ ക്ലാസ് കഴിഞ്ഞ് ഹിഫ്ള് പഠിക്കാൻ പോവാണ്. ഒരു 3-4 വർഷങ്ങൾക്ക് ശേഷം 10ാമത്തെ ക്ലാസ് എത്തുമ്പോൾ ആ ഹിഫ്ള് പഠിക്കാൻ വേണ്ടി പെൺകുട്ടി ഹിഫ്ളും പഠിക്കും, കൂട്ടത്തിൽ SSLCയും നല്ല ഭംഗിയായ രീതിയിൽ പൂർത്തിയാക്കും. മറ്റേ കുട്ടി ഏതോ ഒരു കോലത്തിൽ SSLC പഠിക്കും. അത് അള്ളാഹു ആരാണ്, റസൂൽ ആരാണ്, എന്താണ് ഒന്നും അറിയാതെ ആയിരിക്കും അടുത്ത 11ലേക്ക് പോകാൻ പോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിഫ്ള് പഠിക്കുന്നത് കൊണ്ട് അവർക്ക് മറ്റേതും കൂടി എളുപ്പമാക്കി കൊടുക്കും. അതുകൊണ്ട് മാഷാ അല്ലാ, നമ്മുടെ മദ്രസയിൽ, നമ്മുടെ സ്ഥാപനത്തിൽ റെഗുലറായിട്ട് ഇംഗ്ലീഷ് മീഡിയം സ്റ്റേറ്റ് സിലബസിൻ്റെ പഠനം കൂടി പെൺകുട്ടികൾ ചെയ്യാറുണ്ട്. അതിന് കൂട്ടത്തിൽ അവർക്കുള്ള എല്ലാ സൗകര്യങ്ങൾ, ലൈബ്രറി ആണെങ്കിലും AC ആണെങ്കിലും ജനറേറ്റർ ആണെങ്കിലും സെക്യൂരിറ്റി ആണെങ്കിലും തർബിയത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്ലാസ്സുകളാണെങ്കിലും ഉസ്താദുമാരുടെ ഭാഗത്തുനിന്ന് റിയാദുസ് സാലിഹീൻ, സാദു താലിബ് ഇങ്ങനത്തെ പ്രധാനപ്പെട്ട ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളുടെ മുഖേന അവർക്ക് തർബിയത്ത് കൊടുത്തുകൊണ്ടാണ് അവരെ ദീനിയായ തർബിയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, പ്രത്യേകിച്ച് ഈ 97 ഹാഫിളീങ്ങളുടെ ഉപ്പമാരർത്തും ഉമ്മമാരർത്തും 32 ഹാഫിളാത്തുകളുടെ ഉമ്മമാരർത്തും ഉപ്പമാരർത്തും ഒരു കാര്യം നിങ്ങൾ ജീവിതത്തിൽ മുറുകെ പിടിക്കണം. ഒരു കാര്യം, അത് തറാവി നമസ്കാരമാണ്.
ഹാഫിളായിട്ട് ഇമാമായി തറാവി നമസ്കരിക്കാൻ ഖത്ം ഓതിക്കൊണ്ട് ഒരു ഹാഫിളിന് സാധിച്ചിട്ടില്ല എങ്കിൽ അത് വലിയ അപകടമാണ്. അതുകൊണ്ട് ഉപ്പമാർ, ഉമ്മമാർ, എന്നെ പെൺകുട്ടിയുടെ ഭർത്താവുണ്ടെങ്കിൽ ഭർത്താക്കന്മാർ, അവരെ വീട്ടുകാർ വലിയ ത്യാഗം ചെയ്തിട്ടാണ് ഈ പെൺകുട്ടികൾ ഹിഫ്ള് പഠിക്കുന്നത്. വലിയ ത്യാഗം. ഇതിൽ ഒരു ഇവിടെ നമ്മുടെ സ്ഥാപനത്തിൽ ആദ്യമായി ഹിഫ്ള് പൂർത്തിയാക്കിയ 2 പെൺകുട്ടികളാണ്. അതിലൊരു പെൺകുട്ടിയുടെ ഉപ്പ അള്ളാഹുവിലേക്ക് യാത്രയായി. ആ കുട്ടിയുടെ ഭർത്താവും വിദേശത്താണ്. സനത് സ്വീകരിക്കാൻ പുരുഷന്മാർ ആരുമില്ല. അപ്പൊ എനിക്ക് മെസ്സേജ് വന്നു, എന്ത് ചെയ്യുമെന്ന്. ഞാൻ പറഞ്ഞു, ബേജാറൊന്നും ആവാനില്ല, ഇത് ദുനിയാവിന്റെ സനതല്ലേ, ഇത് ദുനിയാവിന്റെ സനതല്ലേ, ഇതുകൊണ്ട് കാര്യമൊന്നും ഇല്ലാലോ, ഇതൊരു പേപ്പറാണ്, ഇത് സർട്ടിഫിക്കറ്റാണ്. ഇതിനേക്കാളും ഉത്തമമായ സനതും സർട്ടിഫിക്കറ്റ് ഈ കുട്ടിയുടെ ഉപ്പാക്ക് സ്വർഗത്തിൽ കിട്ടും, മലക്കുകൾ കൊടുക്കും. അതുകൊണ്ട് വലിയ ത്യാഗം ചെയ്തിട്ടാണ് ഒരു പെൺകുട്ടി, പ്രത്യേകിച്ച് പെൺകുട്ടികൾ അവർ ഹിഫ്ള് പൂർത്തിയാക്കിയത്. അതിനെ നിലനിർത്താൻ വേണ്ടിയുള്ള വഴികൾ അവർക്ക് എളുപ്പമാക്കി കൊടുക്കൽ, അറേഞ്ച് ആക്കി കൊടുക്കൽ, ഭർത്താവിന്റെ കുടുംബക്കാർ, സ്വന്തം ഉപ്പ, സ്വന്തം ഉമ്മ, അവരുടെ ഉത്തരവാദിത്തമാണ്. റംലാന്റെ മുമ്പ് തന്നെ റംലാനിൽ എങ്ങനെ തറാവിക്ക് തർത്തീബാക്കും, എങ്ങനെ ഖത്മുൽ ഖുർആൻ പൂർത്തിയാക്കും, ഇത് ചിന്തിക്കണം, മശൂറ ചെയ്യണം. റംലാൻ 2 ആഴ്ച മുമ്പ്, ഒരാഴ്ച മുമ്പല്ല ഇത് ചിന്തിക്കേണ്ടത്. നമ്മൾ അലസത കാണിച്ചാൽ 1 റംലാൻ കഴിഞ്ഞു പോവും, 2 റംലാൻ കഴിഞ്ഞു പോവും, 3 റംലാൻ കഴിഞ്ഞു പോവും. 4ാമത്തെ റംലാൻ അവസരം കിട്ടിയാൽ തന്നെ ആ ഹാഫിളിന് വലിയ മടിയുണ്ടാവും. കാരണം നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, ഒട്ടകത്തിനേക്കാളും വേഗം ഖുർആൻ മറന്നുപോകും. ഒട്ടകത്തിൽ നിന്ന് കയറ് ഊരിയാൽ ഒട്ടകം എത്ര വേഗത്തിലാണ് ഓടിപ്പോവുക, അതിനേക്കാളും കൂടുതൽ വേഗതയിൽ ഖുർആൻ മറന്നുപോകും. അള്ളാഹ് കാത്ത് രക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ, ഈ ഖുർആനിനെ സംരക്ഷിക്കണമെങ്കിൽ, ഇതിനെ നിലനിർത്തണമെങ്കിൽ ഹാഫിളീങ്ങളായ, ഹാഫിളത്തുകായ എൻ്റെ പ്രിയപ്പെട്ട മക്കൾ തറാവി മുറുകെ പിടിക്കണം. മുറുകെ പിടിച്ചാൽ മാത്രം പോരാ, ഖത്മുൽ ഖുർആൻ ചെയ്തുകൊണ്ട് ബാക്കിൽ ഹാഫിളീങ്ങളായ ആരെങ്കിലും ഉണ്ടാവണം. എന്നാൽ മാത്രമേ ഞാനൊരു ഹാഫിളാണ്, എനിക്ക് ഖുർആൻ ഓർമ്മയുണ്ട് എന്ന് ഉറപ്പുകൊണ്ട് നമ്മൾക്ക് പറയാൻ പറ്റും. അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ല രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കി അമൽ ചെയ്യാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ ഈ കുട്ടികൾ ഹാഫിളാവാൻ വേണ്ടി അവർ ഉപ്പമാർ, അവർ ഉമ്മമാർ, അവർ ഇത്താമാർ, ഖാദിമീങ്ങൾ, കുക്ക് അതായത് പണ്ടാരിമാർ, ക്ലീനർമാർ, ഒരുപാട് ആൾക്കാരുണ്ട്. ഇവർക്കെല്ലാവർക്കും അള്ളാഹു നല്ല പ്രതിഫലം നൽകുമാറാവട്ടെ. സ്വർഗത്തിൽ യഥാർത്ഥ ഖുർആന്റെ അഹ്ലുകാരായിട്ട് അള്ളാഹു പരിഗണിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഈ മജ്ലിസിനെ ഏറ്റവും നല്ല രീതിയിൽ ഖബൂലാക്കട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ശുക്രൻ, ജസാക്കും.